ഏത് നിമിഷവും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാൾ ഔട്ടാവും, എവിക്റ്റ് ആവും. അങ്ങനെ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോവാണ്. ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത 4 പേരെ വീതം പറയൂ, അതിൽ നിന്നും ഒരാൾ ഏത് നിമിഷം വേണമെങ്കിലും ഔട്ടാവും എന്നല്ല, നിങ്ങൾക്ക് അവരെ ഔട്ടാക്കാം. ഒരു പ്രത്യേക രീതിയിലുള്ള ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു ട്വിസ്റ്റാണ്. സംഭവം കണ്ടിട്ട് കൊള്ളാം, മോശമുള്ള പരിപാടിയൊന്നുമല്ല, ഹിന്ദി ലെവലിലോട്ട് ഉയരുന്നുണ്ട്. ഇന്നത്തെ ലൈവിൽ വീണ്ടും ജിസേൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദി ബിഗ് ബോസിന്റെ ലെവൽ അല്ലെങ്കിൽ ആ ഒരു ടച്ച് എവിടെ കിടക്കുന്നു എന്ന് മലയാളിയൊക്കെ എനിക്ക് തോന്നുന്നു ഇതോടുകൂടി പിടികിട്ടും. കാരണം ജിസേൽ പറയുന്ന പല കാര്യങ്ങളും ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ആ സ്റ്റാൻഡ്, ആ നിലപാട്, പറയുന്ന കാര്യങ്ങളിലുള്ള വ്യക്തത, അത് ശരിക്കും ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ നമ്മുടെ അനിമോളുടെ മറ്റേ ഇഷ്യൂസും അതോടൊപ്പം തന്നെ നോമിനേഷൻസും ആണ്. എന്താണ് ലൈവിൽ നടക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വൈകിട്ട് 6:30 മുതൽ 8 മണി വരെയുള്ള ലൈവാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ലൈവ് അപ്ഡേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. അപ്പോൾ അപ്പാനി അനിമോളുടെ ഈ സംഭവം അറിയുകയാണ്. അനിമോളെ പിടിച്ചിട്ട് ക്രൂശിക്കുന്നതും അനീഷ് ചോദിച്ചതും ജിസേൽ പറയുന്നതൊക്കെ അറിഞ്ഞിട്ട് നേരെ വന്നിട്ട് അക്ബറിൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്തും നെവിൻ്റെ അടുത്തും റെനയുടെ അടുത്ത്, ഇവരും എല്ലാവരാണല്ലോ ടീം, ടോയ്ലറ്റിൻ്റെ ടീം. അപ്പോൾ വന്നിട്ട് പറയാണ്, ഇത് സംഭവം ജിസേൽ എടുത്തിട്ട് അനുമോളെയാണ് കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പറയാം, ഇനി ആരെങ്കിലും അവിടെ ഡ്രസ്സ് കൊണ്ട് അവരുടെ അടിവസ്ത്രങ്ങൾ കൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊക്കി കാണിക്കും. നിങ്ങൾക്ക് വേറെ പലയിടത്തും സ്ഥലം ഉണ്ടല്ലോ, അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മളത് കുത്തി ക്യാമറയിൽ കാണിക്കുമെന്ന് നമുക്ക് പറയാമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ആര്യൻ പറയണം, ഞാൻ ഇത് എല്ലാവരുടെ അടുത്തും പറയാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു. ലിവിംഗ് റൂമിലേക്ക് ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോഴത്തേക്കാണ് ബിഗ് ബോസ് ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടി ഒരാൾ അകത്ത് വിളിക്കുന്നത്. അപ്പോൾ ഒരു പുറത്തുനിന്ന് ഈ കാര്യം പറയുന്നുണ്ട്, പക്ഷേ അത് ലൈവിൽ കാണിക്കുന്നില്ല കേട്ടോ. ഇനി പബ്ലിക്കായിട്ട് നിങ്ങൾ കൊണ്ടിടരുത്, കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുക്കും എന്നൊരു സാധനം പറയുന്നുണ്ട്. പിന്നീട് ബിൻസി ടാസ്ക് ലെറ്ററും കൊണ്ട് വരുവാണ്. ടാസ്ക് ലെറ്റർ വേറൊന്നുമല്ല, പുകഞ്ഞ കൊള്ളി പുറത്ത് ഒരു എവിക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഈ വീട്ടിൽ നിൽക്കാൻ അർഹതയില്ലെന്നും യോഗ്യതയില്ലെന്നും തോന്നുന്ന 4 പേരുടെ പേരുകൾ വ്യക്തമായ കാരണസഹിതം പറയണം. അവരെ ഈ അവസാനം നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞതിൽ ഭൂരിപക്ഷം പേര് 4 പേരെ സെലക്ട് ചെയ്ത് അവരെ ബിഗ് ബോസ് വീടിന് പുറത്താണ് ലൈറ്റ് ഓഫ് ആകുന്നത് മുതൽ ലൈറ്റ് മോർണിംഗ് ഓൺ ആവുന്നത് വരെ അവർ കിടക്കേണ്ടത്. അത് വെള്ളിയാഴ്ച വരെയും അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു കട്ടില് പുറത്ത് ഉണ്ടാവും. ഇവർക്ക് വീട്ടിനകത്ത് കയറാൻ പറ്റത്തില്ല. ലൈറ്റ് ഓഫ് ആയാൽ ലൈറ്റ് ഓൺ ആവുന്നവരെ വീട്ടിനകത്ത് കയറാൻ പറ്റത്തില്ല. അതായത് രാത്രി 10 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ആവും, രാവിലെ 8 മണിയാകുമ്പോൾ ലൈറ്റ് ഓൺ ആവും. അപ്പോൾ അതുവരെ അവർക്ക് വീട്ടിനകത്ത് കയറാൻ അനുവാദം ഇല്ല. ഒരു കട്ടിലാണ് ഇവർക്ക് 4 പേർക്കും കൂടെ കിടക്കാനായിട്ട് ഗാർഡൻ ഏരിയയിൽ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ആ കട്ടിൽ വേണമെങ്കിൽ കിടക്കാം. പക്ഷേ ഇവർ അഥവാ ഇനി ആ കട്ടിലെങ്ങാനും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ഇയാൾ അറിയാതെ ഈ കട്ടിൽ പൊക്കി എടുത്തുകൊണ്ട് പോയി ഗാർഡൻ ഏരിയയിൽ ഒരു റെഡ് മാർക്ക് വെച്ചിട്ടുണ്ട്. റെഡ് മാർക്കിൽ ഈ കട്ടിൽ വെക്കണം. റെഡ് മാർക്കിൽ കട്ടിൽ വെച്ചിട്ടും ഈ കിടക്കുന്ന ആൾ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുകയാണ്, ഇതൊന്ന് പൊക്കിക്കൊണ്ട് പോയതും അറിഞ്ഞില്ല, കൊണ്ട് വെച്ചതും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഔട്ടായി വരെ ഈ ഹൗസിൽ നിന്ന് പോയേക്കാം. അതേസമയം നമ്മൾ പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അയാൾക്ക് ബോധം വന്ന അയാൾ ചാടി എഴുന്നേക്കുകയാണെങ്കിൽ ലൈറ്റ്സ് എല്ലാം ഓണായി ഒരു ഫൺ സെഗ്മെന്റ് പോലെ അതങ്ങ് കഴിയും. അയാൾ എവിക്ഷൻ ഒന്നും ആവത്തൊന്നുമില്ല. അപ്പോൾ ഒരു കട്ടിൽ 4 പേരാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 4 പേർക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളവരിപ്പോൾ നമുക്ക് ഉറക്കം ഒഴിച്ചിരുന്നുകൊണ്ട് അയ്യാക്ക് നമ്മളും കൂടി ഔട്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും കളിക്കാം. അല്ലാതെ വേണമെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുന്ന ആളെ തള്ളിയിട്ടുകൊണ്ട് വേറെ ലെവലിലും കളിക്കാം. ഇവ ഉറങ്ങുമ്പോൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, അവർ വന്ന് പൊക്കി കൊണ്ടുപോയിട്ട് വേണം ഔട്ടാക്കട്ടെ, അങ്ങനെയും കളിക്കാമെന്ന് പറയാണ്. ഒരു സൂപ്പർ ടാസ്ക്കാണ്. ഒരാളെ സിമ്പിളി 3 പേര് അതിനകത്ത് നിൽക്കുവാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണ്. കാരണം വോട്ടില്ല, ഒന്നുമില്ല, സ്പോട്ട് എവിക്ഷൻ പോലത്തെ ഒരു സാധനമാണ്. സുഖമായിട്ട് ഇത് ബുദ്ധി പ്രയോഗിച്ച് കഴിഞ്ഞാൽ പറ്റും. അതുകൊണ്ട് എന്തായാലും ഇന്ന് രാത്രി ഉറക്കം കാണൂല എന്നുള്ളത് വാസ്തവം. ലൈവിൽ ഇന്ന് ഉറക്കം കാണത്തില്ല എന്ന് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഇനി നോമിനേഷൻ ഓരോരുത്തരും പറയുന്നുണ്ട്. ബിൻസി പറയുന്നത് രേണുവിൻ്റെ, ഷാനവാസിൻ്റെ, നെവിൻ്റെ, ജിസേലിൻ്റെ പേരാണ്. രേണു ആക്റ്റീവ് അല്ലെന്ന് തോന്നി. ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നു. നെവിൻ കുറച്ച് ഓവറാണ് സംസാരിക്കുമ്പോൾ. ജിസേൽ ഇന്നത്തെ വഴക്ക്, കിച്ചണിൽ നടന്ന വഴക്കാണ് കാരണം. അടുത്ത് രേണു പറയുന്നത് അഭിലാഷിൻ്റെയും അക്ബറിൻ്റെയും ഷൈത്യയുടെയും റെനയുടെയും പേരാണ്. അഭിലാഷ് ചാടിക്കടിച്ചുകൊണ്ട് ചുമ്മാതെ വരികയാണ് പ്രശ്നത്തിന്. അക്ബറും സെയിം സംഭവം തന്നെയാണ് റീസൺ. ഷൈത്യ ആക്റ്റീവ് കുറവാണ്. റെന ചില കാര്യങ്ങൾ പറയുന്നത് വ്യക്തമായിട്ട് തോന്നുന്നില്ല. അടുത്ത് ആദിലയും നൂറയും പോകുന്നു. ഷാനവാസിൻ്റെ, രഞ്ജിത്തിൻ്റെ, ഷൈത്യയുടെ, ആര്യൻ്റെയും പേരാണ് പറയുന്നത്. ഷാനവാസ് ഫേക്ക് ഡ്രാമ കളിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഡ്രസ്സിൻ്റെ കേസും ഇവിടെ വലിച്ചിട്ട് അതൊക്കെ ഭയങ്കര മോശം ചിന്താഗതിയാണ്. രഞ്ജിത്ത് ആക്റ്റീവ് കുറവാണ്, ഷൈത്യയും അതേ കാരണം. ആര്യൻ പലരെയും എന്ത് ചെയ്യുന്നു, ജഡ്ജ് ചെയ്യുന്നുണ്ട് ആദ്യമേ വേഗത്തിൽ തന്നെ. അടുത്ത് ബിന്നി പോകുന്നു. ഷാനവാസിൻ്റെ, ആദില നൂറയുടെ,
രഞ്ജിത്തിന്റെ ശൈത്യയുടെ പേര്. ഷാനവാസ് അനുവിന്റെ നേരെ ഇന്ന് പറഞ്ഞിട്ടുള്ള കള്ള സ്റ്റേറ്റ്മെന്റ്, അതാണ് കാരണം. ആദില നൂറ ബാഗ് കിട്ടിയതിന് ശേഷം വളരെ സേഫ് ആയിട്ട് കളിക്കുന്നു. രഞ്ജിത്ത് ആക്റ്റീവ് കുറവ്, ശൈത്യം ആക്റ്റീവ് കുറവ്. സരിക പോകുന്നു റെനയുടെയും ഷാനവാസിന്റെയും ആര്യന്റെയും ബിൻസിയുടെയും പേരാണ് പറയുന്നത്. റെന സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ അവൾ സംസാരിക്കുന്നു. അവൾ സംസാരിക്കരുതെന്ന് പറയും, എന്നിട്ട് അവൾ തന്നെ ആ കാര്യം സംസാരിക്കും. അത് അനീഷിന്റെ വിഷയമാണ്. ഷാനവാസ് പലതും പറഞ്ഞ് ഇതിലെ നടക്കുകയാണ്. പിന്നെ അനുമോളുടെ കേസും കൂട്ടി പറയുന്നുണ്ട്. ഇനി അടുത്ത് ആര്യൻ ഫസ്റ്റ് ഗെയിം നടന്നിരുന്ന സമയത്ത് ബാത്റൂമിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബാത്റൂമിൽ പോയി അവിടെ എന്നെ എങ്ങനെ പിടിച്ചോ അങ്ങനെ പിടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല. പിന്നെ ബിൻസി ചില കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ വേണം, മിണ്ടാതിരുന്നാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സരിക ഈ പറയുന്ന 4 പേരുടെ പേര് പറയുന്നത്. അടുത്ത് ശൈത്യ പോകുന്നു. ബിന്നി, ബിൻസി, ജിസേൽ, റെന ഇവരുടെ പേരാണ് പറയുന്നത്. ബിന്നി ലിപ്സ്റ്റിക്കിൻ്റെ കേസിലുള്ള ക്ലാരിറ്റി തരാൻ സമയം എന്നെ അതിന് സമ്മതിക്കാതെ കുറ്റക്കാരിയാക്കി. പിന്നെ അതോടൊപ്പം ബിൻസി ഉച്ചയ്ക്ക് ഉറങ്ങി നമ്മുടെ പോയിന്റുകൾ കളയാൻ നോക്കി. ജിസേല് വാഷ്റൂമിൽ പബ്ലിക്കായിട്ട് അണ്ടർ ഗാർമെൻറ്റ്സ് വെച്ചിരുന്ന അതുകൊണ്ട്. അടുത്ത റെന രഞ്ജിത്ത് മറ്റേ വലിയൊരു രീതിക്ക് കുറേ കാര്യം പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനത്തെ ആളുകളെ കൂടെ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുള്ള സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത് അനുമോള് പോകുന്നു. ഷാനവാസ്, ജിസേല്, രഞ്ജിത്ത്, രേണു ഇവരുടെ പേരാണ് പറയുന്നത്. ഷാനവാസ് ഇന്ന് രാവിലെ നടന്ന മോർണിംഗ് ഇഷ്യൂവിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തി. ജിസേല് 2 കാര്യങ്ങളാൽ ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ആ സംഭവങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കുന്നു. രഞ്ജിത്ത് ആക്റ്റീവ് കുറവ്, രേണുവും ആക്റ്റീവ് കുറവാണ്. അടുത്ത് റെന പോകുന്നു. നെവിൻ, രഞ്ജിത്ത്, സരിക, ശൈത്യ എന്നിവരുടെ പേര്. നെവിൻ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു എൻ്റർടൈനിങ് തോന്നുന്നില്ല. രഞ്ജിത്ത് ഒപ്പീനിയൻ പറയുന്നില്ല. സരിക ഇവിടെ അടുക്കളയും പാട്ടുമായിട്ട് നിൽക്കുന്നു, നോ നിലപാടാണ്. ശൈത്യയും ഇവിടെ ഒന്നും പറയുന്നില്ല. ഷാരിക പോകുന്നു. ഷാനവാസ്, ശൈത്യ, സരിക, ജിസേൽ എന്നിവരുടെ പേരാണ്. ഷാനവാസ് മാനിപ്പുലേഷൻ പർപ്പസ്ഫുള്ളി ഓരോരുത്തരെ വലിച്ചിടുന്നു. മോർണിംഗ് അനുമോളുടെ കേസാണ്. ഷാനവാസിൻ്റെ കേസിൽ എല്ലാവരും പറയുന്നത് അനുമോളെ തന്നെയാണ്. ശൈത്യ കുറച്ചുകൂടി ആക്റ്റീവ് ആവാനുണ്ട്. സരിക ബി മെറ്റീരിയൽ അല്ല, തമാശ മാത്രമേ ഉള്ളൂ. ജിസേല് ഇന്ന് അവിടെ നടന്നിട്ടുള്ള ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ജിസേല് ബിഹേവിയർ കാണിക്കുന്നത് ശരിയല്ല. ആര്യൻ പോകുന്നു. ഷാനവാസ്, ശൈത്യ, സരിക, ആദില നൂറ എന്നവരുടെ പേര്. ഷാനവാസ് ഇവിടെ വോയിസും ഇല്ല, ഒന്നുമില്ല, ഒരു പുല്ലും ഇല്ല, ഒരു സ്റ്റാൻഡും ഇല്ല. ശൈത്യ ഇവിടെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. സരിക ആഹാരം കഴിക്കുന്നു. പിന്നെ ബിഗ് ബോസിൽ കുറച്ചും കൂടിയൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കാനുണ്ട്. അപ്പോൾ സരിക ആഹാരം കഴിക്കുന്നതല്ല, ആഹാരം ഉണ്ടാക്കുന്നു, വേറെ ഒന്നുമില്ല. അടുത്ത ആദില നൂറ, എനിക്ക് 2:1 കോമ്പറ്റീഷൻ ചെയ്യാനാണ് ആഗ്രഹം, 2 പേരുള്ളതുകൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നു. അടുത്ത് നെവിൻ, റെനയുടെ, രേണുവിൻ്റെ, ബിൻസിയുടെ, ജിസേലിൻ്റെയും പേര്. റെന ശൈത്യയുടെ കേസിൽ റെന ശൈത്യയുടെ കേസിൽ പെർമിഷൻ എടുത്തിട്ട് അതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊരു ഫാക്ട് തിരിച്ചുവിട്ടു. രേണു നനഞ്ഞ പടക്കമായി മാറുന്നു. ബിൻസി നാണമില്ലാതെ നമുക്ക് പട്ടികുര വാങ്ങിച്ചു തന്നു കിടന്നുറങ്ങിയിട്ട്. ജിസേലിൻ്റെ പേര് ഞാൻ പറയാൻ കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഷാനവാസ് ആക്ട് ചെയ്ത് കാണിച്ചപ്പോഴത്തേക്കും അത് നെവിനെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. ദിലീപിൻ്റെ ചാന്തുപൊട്ട് വേഷം കാണിച്ചപ്പോൾ എന്നെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അതുപോലത്തെ ഒരു പേഴ്സൺ അല്ല, എന്നെ അങ്ങനെ പറഞ്ഞതിൽ. ജിസേല് പോകുന്നു. അനുമോളുടെയും ബിൻസിയുടെയും ശൈത്യയുടെയും ഷാരികയുടെയും പേരാണ് പറയുന്നത്. 4 പേരുകളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാരണങ്ങൾ എടുത്ത് പറയുന്നത് കാണണം. നിങ്ങൾ ആ പോർഷൻ പോയി കണ്ടു നോക്ക്. ലൈവിൽ കണ്ടവർക്ക് അറിയാൻ പറ്റും എന്ത് സൂപ്പറായിട്ടാണ് പറയുന്നത്. എന്താണ് ഹിന്ദി ബിഗ് ബോസ്, ആ സാധനം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ജിസേല് പറഞ്ഞ നോമിനേഷൻ നോക്കാം. അതിപ്പോൾ ശരിയോ തെറ്റോ ആയിക്കോട്ടെ. അനുമോളുടെ കേസ് വളരെ കറക്റ്റായിട്ട് ഇന്ന് നടന്ന സംഭവങ്ങൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്ത് ബിൻസിയുടെ കേസ്, ബിൻസിക്ക് പേഴ്സണാലിറ്റി ഇല്ല, സ്വന്തമായി ഒന്നും പറയുന്നില്ല, അതാണ് പറയുന്നത്. ശൈത്യ കിടന്ന് ഉറങ്ങുന്നു, ഇച്ചിരി ബെറ്റർ ആവാനുണ്ട് ഇനിയും. ഷാരികയുടെ കാര്യം ടാസ്ക് ഒന്നും ചെയ്യത്തില്ല, അമ്മായി അമ്മയെ പോലെ ഒരിടത്ത് മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത് ശരത്ത് പോകുന്നു. ജിസേല്, ബിൻസി, സരിക, ഷാനവാസ് എന്നവരുടെ പേരാണ്. ജിസേല് ശബ്ദം ഉയർത്തിയ സമയത്ത് നമ്മളെ ഗുണ്ടകളെന്ന് വിളിച്ചു. ശബ്ദം ഉയർത്തുന്നവർ ഗുണ്ടകളല്ല. ബിൻസി കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം. സരിക മുഴുവൻ ഔട്ട് ഇപ്പം വരാനുണ്ട്, അതെനിക്ക് കിട്ടണം. ഷാനവാസ് വിഷയം അറിയാതെ നിന്ന് ഇടപെട്ട് ആവശ്യമില്ലാതെ ഇവിടെ പല കാര്യങ്ങളും കോമഡി ആക്കിയൊക്കെ കൊണ്ടുവരുന്നത് ഷാനവാസാണ്. അക്ബർ പോകുന്നു. ശൈത്യ, ബിൻസി, ഷാനവാസ്, സരിക എന്നിവരുടെ പേര്. ശൈത്യ ഇൻവോൾവ്മെൻറ്റ് കുറവാണ്. ബിൻസി എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിൽ കിട്ടുന്നില്ല. ഷാനവാസ് ഇവിടെ കിടക്കുന്ന സൂപ്പർ കണ്ടന്റ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം ഉണ്ടാക്കാൻ വന്നത് ഷാനവാസാണ്. സരിക കുറച്ചും കൂടി ആക്റ്റീവ് ആകാനുണ്ട്. രഞ്ജിത്ത് രേണുവിൻ്റെയും ശൈത്യയുടെയും ആര്യൻ്റെയും അക്ബറിൻ്റെയും പേരാണ്. രേണു കഴിഞ്ഞ പ്രശ്നം മാത്രമാണ് ഇവിടെ ഉണ്ടാക്കിയത്, വേറെ ഒന്നും പറയുന്നില്ല. ശൈത്യ വലിയ ഇൻവോൾവ്മെൻ്റ് ഇല്ല. ആര്യൻ ബാത്റൂമിൻ്റെ കേസിൽ അവിടെ നടന്നത് ഒരു പക്വത കുറവാണ്. അക്ബർ ഫേക്ക് പോലെ എനിക്ക് തോന്നുന്നു. ഒനീൽ പോകുന്നു. റെന, ജിസേൽ, അനുമോൾ, ആര്യൻ്റെ പേര്. റെന സിമ്പിൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നു എല്ലാവരെയും. ജിസേൽ ചായയുടെ കേസിലാണ് ഞാൻ അവരെ പറയുന്നത്. അനുമോളും ചായയിൽ പേസ് കിടന്ന് അടിയുണ്ടാക്കി. ആര്യൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അഫക്റ്റഡ് ആയി ഭയങ്കര മെൻ്റലി വീക്കാവുന്നു. അഭിലാഷ് പോകുന്നു. രേണു, റെന, രഞ്ജിത്ത്, ഷാനവാസ് എന്നിവരുടെ പേര്. രേണു ആക്റ്റീവ് അല്ല. റെന
പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ മാറ്റി പറയുന്നുണ്ട്. രഞ്ജിത്ത് ചായയുടെ കേസിൽ അന്ന് പോടെ എന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളഞ്ഞ് ഒന്നും പ്രതികരിച്ചില്ല. ഷാനവാസ് വസ്ത്രധാരണം ഇവിടുത്തെ കേസ് എടുത്തിട്ടു. അടുത്ത് ഷാനവാസ് പോകുന്നു, ഭയങ്കര നീണ്ട പ്രശ്നമൊക്കെ തുടങ്ങുമ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇതൊന്നും അല്ല ഞാൻ ചോദിച്ചത്. അവിടെ ഇരിക്കുന്നവർ സമ്മതിക്കുന്നില്ല. ആദില നൂറയുടെ കേസാണ്. അവർ ഞാൻ ബിഗ് ബോസ് പറഞ്ഞ് തന്ത്രപൂർവ്വം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലെവലിൽ പറയണം. ആദില നൂറ നിങ്ങൾ അവിടെ പോയി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്ക് കിടക്കുകയും ചെയ്യാം, ഒരാൾക്ക് എഴുന്നേറ്റിരിക്കുകയും ചെയ്യാം. പിന്നെ ആരും നിന്നെക്കൊണ്ട് പറ്റുമോടാ, ബിൻസി നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്, അക്ബറെ നിന്നെക്കൊണ്ടും പറ്റുമെന്ന് പറഞ്ഞ് വളരെ തന്ത്രപൂർവ്വമായി ഇമോഷണലി കളിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി. അടുത്ത് അനീഷ് പോകുന്നു. അനിമോളുടെയും ഷാരികയുടെയും റെനയുടെയും ജിസേലിൻ്റെയും പേരാണ്. സൂപ്പറായിട്ട് അനീഷും ഇതിനകത്ത് ഈ ടാസ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അനിമോളുടെ കേസ് പറയുന്നത് നിങ്ങളൊരു സ്ത്രീ ആയിട്ടും ആ ജട്ടി വിഷയം എൻ്റെ അടുത്ത് പറഞ്ഞില്ല, നിലപാടില്ല, മറച്ചു വെച്ചു, എന്തുകൊണ്ട് ക്യാപ്റ്റൻ അടുത്ത് പറഞ്ഞില്ല എന്നുള്ള സാധനമാണ്. ഷാരികയുടെ കേസ് നിങ്ങൾ അറിഞ്ഞിട്ട് ഇത്രയും ജീവിത അനുഭവമുള്ള നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ഇത് അവതരിപ്പിച്ചില്ല. അടുത്ത റെന, ഞാൻ 2K കിഡ്സിനെയൊക്കെ ഭയങ്കര ബഹുമാനിക്കുന്ന ഒരാൾ, അവരുടെ ടീമിനകത്ത് തന്നെ ഉണ്ടായിട്ടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ജിസേൽ 3 ദിവസമായിട്ട് വിഷമമായിട്ട് ജട്ടി കേസിൽ നടക്കുവാണ്, അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പേരുകൾ. അനീഷും പറഞ്ഞ എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ സൂപ്പറായിട്ട് ഈ നോമിനേഷനിൽ തോന്നിയത് അനീഷിൻ്റെയും ജിസേലിൻ്റെയും എക്സ്പ്ലനേഷൻ. അത് നമ്മൾ കേൾക്കേണ്ട സാധനമാണ്. സത്യമായി ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ടോട്ടൽ ഷാനവാസിന് 10 വോട്ട്, ഷൈത്യയ്ക്ക് 9 വോട്ട്, ജിസേലിന് 8 വോട്ട്, റെനയ്ക്ക് 7 വോട്ട്, ബിൻസിക്കും 7 വോട്ട്. അപ്പോൾ റെനയോ ബിൻസിയോ അതിൽ നിന്ന് ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ബിൻസിയെ സെലക്ട് ചെയ്യണം. അങ്ങനെ ഷാനവാസ്, ഷൈത്യ, ജിസേൽ, ബിൻസി ഇവർ ഇന്ന് മുതൽ രാത്രി ബിഗ് ബോസ് വീട്ടിൽ ലൈറ്റ് ഓഫ് ആവുന്നത് മുതൽ രാവിലെ ലൈറ്റ് ഓൺ ആവുന്നത് വരെ ഗാർഡൻ ഏരിയയിലാണ് കിടക്കാനുള്ളത്. കിടന്ന് ആ കട്ടിൽ കിടന്നങ്ങനെ ഉറങ്ങിപ്പോണെങ്കിൽ ആരെങ്കിലും വന്ന് പൊക്കിക്കൊണ്ടുപോയി വെക്കണമെങ്കിൽ ഇവർ ഔട്ടാവും. അതാണ് സംഭവം. ലൈവിലിപ്പോൾ അതിൻ്റെ പേരിലുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഇതൊന്നും നടപ്പിലാക്കത്തൊന്നും ഇല്ല കേട്ടോ. ഒരാളെ കട്ടിൽ പൊക്കിക്കൊണ്ടുപോകണമെന്നും അറിയത്തില്ലേ, എങ്ങനെയായാലും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ഇതാണ് ലൈവ് അപ്ഡേറ്റ്. അപ്പോൾ ഇനി അടുത്ത ലൈവ് ഇതുപോലെ ലൈവ് നിങ്ങൾ കാണാത്തവർക്കായിട്ടുള്ള അപ്ഡേറ്റുകളും എപ്പിസോഡ് റിവ്യൂ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പ്രൊമോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട്. അതുവരേക്കും ബൈ.